രണ്ടുപേർ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു. യുവാവിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു. യുവതി ഉൾപ്പെട്ട 4 അംഗ സംഘമാണ് മർദ്ദിച്ചത്. അക്രമി സംഘത്തിലെ 2 പേർ പിടിയിലായിട്ടുണ്ട്. പ്രതികളായ സഫ്നെയും അമലിനെയും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജെവിൻ ടുട്ടു ചേരുന്ന വിവരങ്ങളുമായി. ശീതൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്തറ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് പ്രതികൾ എല്ലാവരും ഉള്ളത്. ഇതിൽ 1-ാം പ്രതിയായ സഫ്ന, 2-ാം പ്രതി സഫ്നയുടെ ആൺസുഹൃത്തായ അമൽ അടക്കം 5 പേരെയാണ് പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇത് സദാനുമണി ചേർത്ത് വച്ച മണി വീണയാണ് എൻ്റെ കേരളം. എന്തെല്ലാം ഒരു ദിവസം കേൾക്കുന്നേ. ഒരു പെണ്ണ് വിളിച്ച പാട് ഒരുത്തൻ കയറിയിട്ട് ഹോട്ടൽ റൂമിലേക്ക് പോകുക, അവിടെ വച്ചിട്ട് എടാ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം വിചാരിക്കണം. അത്രേ പറയാനുള്ളൂ. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ട് ആ ഹോട്ടൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ട്? അതായത് ഇമാതിരി കൂതറ പരിപാടികൾ നടത്തിയ ഹോട്ടലിൽ പൂട്ടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരാൾക്ക് പോലും ധൈര്യമില്ലല്ലോ. ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ 2 മോഡലുകൾ കാറിടിച്ച് മരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ആ ഹോട്ടൽ ഇപ്പോഴും ഇല്ലേ? ഇങ്ങനെയുള്ള ഹോട്ടലുകൾ ആർക്കും തൊട്ട് കളിക്കാൻ പറ്റൂലല്ലോ. ഇതുപോലെയുള്ള സകല തോന്നിയവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഹോട്ടലുകൾ പൂട്ടിക്കാൻ ആർക്കും ധൈര്യമുണ്ടോ? ഇല്ല. പിന്നെന്തിനാണോ ഇവരെ പറയുന്നത്? ഇതൊക്കെ ഇവരെ അറിഞ്ഞുകൊണ്ടാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. അതായത് അവിടെയുള്ള ഹോട്ടലുകാരും ആൾക്കാരും ഇതെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. ഇതൊരു വലിയ സംഭവമാണെങ്കിൽ അതേപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ടുവരുന്നതും മർദ്ദിക്കുന്നതും പൈസ വാങ്ങിക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ കേസില്ലാതെ വേറെ ഉണ്ടാവും. ചിലപ്പോഴേ നമുക്കൊന്നും പറയാൻ പറ്റൂല. ചില ആൾക്കാർ നാണക്കേട് ഓർത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തു പറയില്ല. ഇന്നലെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആ ചെങ്ങായിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അത് മാത്രമല്ല അവൻ്റെ ഭാര്യയിൽ ഇവരെ അടിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ടും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവരിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പുറകിലുള്ള ടീം ആരായിരിക്കും? അവരുടെ പുറകിലുള്ള ആരായിരിക്കും? അവരുടെയൊക്കെ പുറകിൽ കൃത്യമായിട്ട് പണം കൊണ്ട് നടക്കാനും അവരെ രക്ഷിക്കാനുമുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം അവർക്ക് ഈ ജയിലിൽ നിലം പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പുല്ലാണ്. അതായത് ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അമ്മേൻ്റെ വീട്ടിൽ പോകുന്ന പോലെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ വെക്കേഷനിൽ അമ്മ വീട്ടിൽ പോകില്ലേ, അതേപോലെയുള്ള ഇവന്മാർക്ക് ജയില്. കാര്യം എന്താ വെച്ചാൽ ഇവന്മാർക്കല്ലേ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് 100 കൂട്ടം ആൾക്കാർ വെളിയിൽ ഇങ്ങനെ കാത്തിരിക്കലാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇതിലും വലിയ ചില ടീമിനെയൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇടികൂടലാന്നാണ് പറയുന്നത്. പ്രതിയാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ ഒരു യുവാവിനോടാണ്. എൻ്റെ പൊന്നി ചെങ്ങാതി, ഇങ്ങനെയുള്ള പല ഉടായ്പകളും നമ്മളെ നാട്ടിലുണ്ട്. ആരെങ്കിലും വിളിക്കുമ്പോഴും കിളിനാദം കേൾക്കുമ്പോഴും നമ്മൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യം കട്ടപ്പോകയാന്ന്. നമ്മുടെ ചുക്കാമണിയില്ല അതുവരെ മുറിച്ചിട്ട് ഇതാക്കും. ഇതിനു മുന്നേ നമ്മളൊരു കേസ് കണ്ടതല്ലേ. അതായത് ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ 2 സൈക്കോയാണ്. 2 പേരും കൂടിയിട്ട് ഒരുത്തിനെ മൃതപ്രായമാക്കിയിട്ട് നമ്മൾ കണ്ടതല്ലേ. അന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഇതുപോലെയുള്ള പല സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പലതരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത്, വൃത്തികെട്ട കാര്യങ്ങൾ വരെ നടക്കുന്നുണ്ടെന്നാ പറയുന്നത്. പല സ്ഥലങ്ങളിലും ആണുങ്ങൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയോ തന്നെ വീട്ടിൽ കയറ്റുന്നുണ്ട് പോലും, അങ്ങനെ മറ്റവർക്ക് വേണ്ടിയിട്ട്, അത് കാണാൻ വേണ്ടിയിട്ട്, കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഇതൊന്നും ട്രാപ്പൊന്നും ആയിരിക്കൂല. അതായത് ഇതിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ആൺ സുഹൃത്ത് എന്ന് പറയുന്നതും ചിലപ്പോൾ ഒരു സൈക്കോ ആയിരിക്കും. ഇവരിത് കാണുക മാത്രമേ വേണ്ടൂ, ചെയ്യണ്ട. അങ്ങനെയുള്ള ചില സൈക്കോകളുണ്ട്. അപ്പം അങ്ങനെ ഈ എന്താ പറയേണ്ടത്, ഈ പെൺസുഹൃത്തും അതുപോലെ തന്നെ ഓൾ കൊണ്ടുവരുന്ന ഒരുത്തനും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു മനോരോഗം. അല്ലാതെ നമ്മൾ ഈ വെറും ഈ പൈസക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നും നോക്കണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ നാട്ടിലുള്ള സകല ചെറുപ്പക്കാരോടും പറയാനുള്ളത്, നിങ്ങളിങ്ങനെ എന്ത് കാര്യത്തിനായാലും ശരി ഞങ്ങളെ വിളിക്കുമ്പോഴേക്ക് അങ്ങ് ഓടി ചെന്നേക്കരുത് മക്കളെ. അത് വീട്ടിലേക്കായാലും ശരി. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വിവരം കിട്ടാൻ വരെ 3 കൊല്ലം കഴിയേണ്ടി വരുവായിരുന്നു. ചിലപ്പോൾ അവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചും കൂടി കളിയും കൊലപ്പെടുത്തിയിട്ട്. ഇതിപ്പോൾ ഹോട്ടലായതുകൊണ്ട് ആ ചെറുക്കൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതാണ്. വില ഒറ്റപ്പെട്ട വീടങ്ങാറ്റാണെങ്കിൽ ആ ചെറുക്കന് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അവൻ അവിടെ കിടത്ത് തീർത്ത് കളിയോ? നിങ്ങൾ കാണുന്നില്ലേ മറ്റേ എന്താ പറയേണ്ടത്, നമ്മളെ ഇവൻ്റെ ആ ഒരു സംഭവം കണ്ടിട്ടില്ലേ? മറ്റേ നരബലി കണ്ടിട്ടില്ലേ? അത് നരബലി മാത്രമാണോ? ഒരിക്കലും അല്ല. അത് മറ്റേ വിക്രം സിംഗ് ഇല്ലേ, മറ്റേ അതിൻ്റെ നരബലിൻ്റെ ആശയില്ലേ, സിംഗ്, അയാൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് കാണുകയോ വേണ്ടു, അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ സൈക്കോകൾ ഇങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന കാണുക, അതാണ് അവരൊക്കെ പരിപാടി, അല്ലാതെ വേറെയൊന്നും അല്ല. ഇതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വരെ പെട്ടുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിളി വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. ഒരിക്കലും പോകാൻ പാടില്ല. കാരണം പോയി കഴിഞ്ഞാൽ അവർക്കറിയാം, ഇപ്പോൾ ഈ ചിരിക്കുന്ന ടീമിനറിയാം ഇതൊന്നും ഒരു ഇതുമല്ല. കാരണം അവർക്ക് ഇതൊരു പുഷ്പോ, അവരൊരു 50 എണ്ണം ചെയ്തിട്ടായിരിക്കും ഒന്ന് പിടിക്കുന്നുണ്ടാവുക. മനസ്സിലായ? അത് മനസ്സിലാക്ക്.
അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ഒരു സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്കൊരു ഭയം വരൂ. ഇതെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഭയവും ഇല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും എന്ന് പറയുന്നത് വയലന്റ് ആണ്, എല്ലാവരും വയലന്റ് ആണ്. ഇപ്പൊ നമ്മൾ റോഡിലൂടെ പോകുമ്പോഴും നമ്മളെ ആരെങ്കിലും വന്ന് തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അത് 2 ദിവസം പത്രത്തിലുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ആരും രക്ഷിക്കാൻ വരൂല്ലോ, ഒന്നും ചെയ്യില്ലായിരുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് രക്ഷിക്കാൻ വരൂ, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം അഴിഞ്ഞാണ്. കാരണം എന്താ അറിയാ, എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് ആ മറ്റേ സാധനം തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജീവൻ പോകുന്ന ഘട്ടത്തിൽ മറ്റവനാ, അതായത് ഇപ്പൊ ഈനെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരെ മാത്രമല്ല, ഇവരെക്കാട്ടിയും വൃത്തികെട്ട ടീം കുറേ ഉണ്ട്. എല്ലാത്തിനെയും പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഉപകാരം ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് വഴി നടത്തിക്കണം. നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു നെല്ല് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ചായന് എന്താ അതിനെ ഒഴിവാക്കൂലേ, അതേപോലെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യണം. പക്ഷെ അത് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ അന്ന് നമ്മൾ കണ്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മൊത്തത്തിൽ നമ്മളൊന്നും പറയുന്നില്ല, മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങിയിരിക്കുകയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങിപ്പോയി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങിപ്പോയിട്ട് തിരിച്ച് വരുമോ എന്നൊരു ഗ്യാരണ്ടി ഇല്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ. ഇല്ല, എനിക്ക് അതിശയമാണ് തോന്നുന്നത്, ഈ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് ഇതുണ്ടാക്കുന്ന സകല എണ്ണത്തിനെയും പിടിച്ചിട്ട് നമ്മൾ ജയിലിലിടാം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരെ പുറത്തു വരാൻ വിടാതെ അനുഭവിക്കും. ഇല്ലെങ്കിൽ അവൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വീടും പറമ്പ് പോകുന്ന തരത്തിലുള്ള ഫൈൻ ഇട്ട് കൊടുക്കണം. അതാണ് വേണ്ടത്. ഇപ്പോഴിതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഇതിനൊക്കെ ജനിപ്പിച്ചുവിട്ട തന്തമാരല്ലേ, ഐറ്റങ്ങളില്ലേ ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്നിട്ട് അവറ്റകളെയാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ശിക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളെ വെളിയിൽ പറഞ്ഞു വിടുന്നത്. ഇവരെ മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെ ഇവരെ മാത്രം ഇവരിങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നതുകൊണ്ട് ഇവർ മാത്രം ഒരു ക്രൂരന്മാരാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരെയുള്ള പോലെയുള്ള ഒരുപാട് ടീമുകളുണ്ട്, ഒരു വിലയും കൊടുക്കാത്ത. അതായത് ഒരു വലിയൊരു കുറ്റം ചെയ്തിട്ട്, ഒരു ഗുരുതരമായൊരു കുറ്റം ഒരുത്തനെ അടിച്ച് പണിയൊരുക്കി വിട്ടിട്ട് ഇവരിങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയക്കണം. നമ്മൾ കൃത്യമായിട്ട് ഭയക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും ക്രൂരതയോട് കൂടിയിട്ട് ഒരുത്തനോട് പെരുമാറിയിട്ട്, കാരണം മറ്റുള്ളവർക്ക് എന്ത് ഭയമാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്യാൻ പോകുന്നവന് എന്ത് ഭയമാണ് ഉണ്ടാവുക. അവന് കൃത്യമായിട്ട് അറിയാൻ പോലീസൊന്നും ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. 15-20 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. കാരണം എന്താ വെച്ചാൽ ഹണി ട്രാപ്പിൽ പെടുത്തിയ ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് പുറത്തുണ്ട്. അവരൊക്കെ വീണ്ടും ആ തൊഴിൽ ജീവിക്കുന്നുണ്ടാവും. അല്ലാതെ അവരാരും അകത്ത് കയറിച്ചിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഇവരായി കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം കൊണ്ട് അവര് നമ്മളൊക്കെ എന്താ വെച്ചാൽ അങ്ങനെയാണ്. അല്ലാതെ പോലെയൊന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞാൽ ഇവരെ പൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കുറ്റപത്രങ്ങളും കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ അത് തീരുന്നവരെ ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മൾ വെറുതെ ഒരു മറ്റേ ദിലീപിൻ്റെയും മറ്റോൻ്റെയും രാഹുലിൻ്റെയും മറ്റോൻ്റെയും കൂടെ പോവാതെ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ വരെ വന്ന് നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ വേറെ സ്ഥലത്തൂടെ പോകുമ്പോൾ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ രാഷ്ട്രീയ പകപോക്കലായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലും ഒരുത്തിനോടുള്ള വൈരാഗ്യം കൊണ്ടും പോകുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സത്യം അത് നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. നാളെ നമുക്കായാലും നമ്മുടെ മക്കൾക്കായാലും യാതൊരു സുരക്ഷിതത്വവും ഇല്ല. ഇവറ്റകൾ സൈക്കോകളാണ്. ഇവറ്റകളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതുപോലെ വധിച്ചെവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് പോലും ചിലപ്പോഴേ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ ഇവർ സൈക്കോകളാണ്. ഇവരൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഇവർ പറയുന്നതല്ലേ ഹണി ട്രാപ്പ്, ഒരിക്കലും ഹണി ട്രാപ്പ് അല്ല, ഇത് മറ്റേ കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.